വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ എന്താ കുറേ മേക്കപ്പ് ഇട്ട പോലെ അപ്പോൾ നമ്മൾ ഇന്ന് എൻ്റെ ഉപ്പാൻ്റെ വീട്ടിലോട്ടാണ് ഗൈസ് പോകാൻ പോകുന്നത്. ഇതെൻ്റെ ഉമ്മാൻ്റെ അനിയൻ്റെ മോൻ്റെ ഷർട്ടാണ്. ഇത് നമ്മൾ ഗിവ് അവേ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഓരോ വീട്ടിലോട്ട്. ആൻഡ് എൻ്റെ സ്റ്റൈലുണ്ടോ ഗൈസ്, ഇത് കണ്ടിട്ട് എൻ്റെ ഉമ്മമ്മ പറയാണ് ഇജ് ഇനി അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങണ്ട എൻ്റെ ഉപ്പാൻ്റെ പരിക്ക് പോയിക്കാണ്ട്, കാരണം എൻ്റെ പാൻറ്റ് കീറിക്കണു. സ്റ്റൈൽ അറിയാത്ത 90s നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. 80s ആ ട്രെൻഡാണ്, ട്രെൻഡ്. നമ്മള് പോവാടുത്ത പോറ്റ അല്ല, അവിടുന്ന് കുറച്ച് തിരിച്ച് ഓടിച്ചിട്ട് ഇങ്ങോട്ട് ഓടിച്ച് ഈ സൈഡിക്ക് എന്നെ കാണില്ല. ഇങ്ങോട്ട് തിരിച്ച ഇങ്ങോട്ട് ഫുള്ളൊടിച്ചോ. പറഞ്ഞില്ല എന്നോട് അവിടെ നിന്ന് തന്നെ ഫുള്ളൊടിച്ചാൻ വേണ്ടിയിട്ട് ചപ്പത്ത് കാട്ടിയത്. ഏച്ചപ്പം എന്നാലും ഈ ട്രെൻഡായിട്ടുള്ള ഇതിനെ പറ്റിയിട്ട് എൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, വിഷമാവണ് ഗൈസ്. എന്താ ചെയ്യുക, നമ്മളെ ഭാഗത്തും തെറ്റുണ്ട്, നമ്മൾ പറഞ്ഞു കൊടുക്കാനിട്ടാണ്. ഇപ്പം പോവാനുള്ള സ്ഥലത്തും ഇവൻ ഇവിടെ ഇങ്ങനെ പാട്ട് മാറ്റി കളിച്ചണക്ക്. എന്തപ്പം ഞാൻ ചെയ്യേണ്ടത്? ഓനക്ക് പറ്റിയ പാട്ടാണെങ്കിലോ വരുന്നുമില്ല. ഓൻ ഏതോ പാട്ട് ഉദ്ദേശിച്ചിരിക്കണേ. എൻ്റെ ഉമ്മാൻ്റെ അനിയനാണേ ഉണ്ടാലേ, അതുകൊണ്ട് ഇനിയൊന്നും പറയാത്തത്. എൻ്റെ അനിയത്തിയാൾ എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് നിൽക്കാൻ പോയിട്ട് ഓര് ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോടത്തേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് പോയതേനു. അങ്ങനെ ഞാൻ എൻ്റെ ഉപ്പാനെ വരിട്ടപ്പോൾ പറ്റിയിട്ടില്ല. അവിടുന്ന് ഉമ്മ കുറച്ച് ഞങ്ങളൊക്കെ തന്നു. എന്നാലും ചെയ്യാം, ഇങ്ങനെ സ്നേഹിക്കാൻ തുടങ്ങി. ഞാനൊരു ചായനെ കൊണ്ടുപോകേണ്ടിയിരുന്നു. അപ്പം അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഉമ്മാക്ക് ചെറുതായിട്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകാണ്ടേണ്ട. കണ്ടാ എന്തായാലും പുറത്ത് വന്നാൽ എന്തെങ്കിലും ഒന്ന് കഴിക്കണം, മസ്റ്റാണ് ഗൈസ്. അപ്പോൾ ഞങ്ങളിവിടെ അവൽ മിൽക്ക് കഴിക്കാൻ നിൽക്കുകയാണ്. അത്ര പോരാ ഗൈസ്, എന്നാലും വെച്ച് ചാമ്പുണ്ട്, കാരണം ഫുഡല്ലേ മെയിന്. പക്ഷെ അത്ര പോരാ കേട്ടോ, സീരിയസ് ആയിട്ട് ഞാൻ പറയാണ്. സത്യം പറഞ്ഞാൽ അത്ര ടേസ്റ്റ് ഒന്നും ഇല്ലേനു. പിന്നെന്താ പറയുക, ഞാൻ ഉപ്പാൻ്റെ വീട്ടിൽ നിന്ന് നേരെ വന്ന് അവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഗൈസ്. പിന്നെ ഉമ്മച്ചിക്കൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണ്ടേനു. അങ്ങനെ ഉമ്മച്ചിക്ക് ആയുർവേദത്തിൻ്റെ അവിടെ കാണിച്ച് അങ്ങനെയാട്ടോ ഞങ്ങൾ വന്നത്. അപ്പോത്തിന് വല്ലാണ്ടായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. അപ്പോൾ അവിടെ നിന്നൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. വെറുതെ ഫോണത്തെ ചാർജ് ഇത്തിരിയേ ഉള്ളൂ, അതും കൂടി കഴിപ്പിക്കണ അല്ലേ. അപ്പോൾ പിന്നെ നിങ്ങൾ എൻ്റെ മുഖം കണ്ട് എന്ത് ചെയ്തോളി, ചാർജ് കഴിഞ്ഞാൽ എനിക്കും കുഴപ്പമില്ല. അതുകൊണ്ട് അതാണ്. എന്തായാലും ഇവിടെ വന്ന് എന്നിട്ട് ഉമ്മച്ചി ഞങ്ങളെ വെറുതെ ഒരു അവല് മിൽക്കുമ്മൽ ഒതുക്കാന്ന് വിചാരിച്ചത്. അങ്ങനെ വിടുക ഞങ്ങൾ. അങ്ങനെ പിന്നെ പപ്സ്, അങ്ങനെ കുറേ നേരം ഉമ്മാൻ്റെ അനിയൻ പറയുന്നു പപ്സ് എന്ന്. ഞങ്ങൾ പിന്നെ ഇത് തിന്നപ്പോൾ തന്നെ ഒരുമാതിരി ആയിട്ട് വാങ്ങിക്കും. പിന്നെ വേറൊന്നും വാങ്ങിക്കാൻ നിന്നിട്ടില്ല. പിന്നെ ഈ ഒരു വാഫറും, പിന്നെ എനിക്കിഷ്ടമാണ് ബ്രൗണി ഗൈസ്. ബ്രൗണി ഞാൻ വാങ്ങിച്ചു. പക്ഷേ എന്താണെന്നറിയില്ല, ബ്രൗണി ഇത് അത്ര ടേസ്റ്റ് പോരാ, വെറും സ്വീറ്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് ബ്രൗണി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നല്ല ഫഡ്ജ് ഇട്ടിരിക്കണതാണ് ഇഷ്ടം. നിങ്ങൾക്ക് ഇഷ്ടമാണോ ബ്രൗണി? അങ്ങനെ ഞാൻ ബ്രൗണി തിന്നുന്ന സമയത്ത് എൻ്റെ ഉമ്മാൻ്റെ
ഉമ്മയും കൂടെ ഉമ്മമാക്ക് ഒരു വലിയ ചർച്ചയും അതും കേട്ട് ഇങ്ങനെ ബ്രൗണി തിന്നിരിക്കുന്നു. യെസ് ഗൈസ്, ഞാനൊരു 20 റുപ്യേൻ്റെ ബ്രൗണി വാങ്ങി. പിന്നെ അനിയത്തിയാൾ പിന്നെന്ത് ചെയ്തു, 50ൻ്റെ ഡയറി മിൽക്ക് 2 എണ്ണീച്ച വാങ്ങി. തെണ്ടികൾ എന്തായാലും ചെയ്യുക ഗൈസ്. ഞാൻ 20ൻ്റെ ബ്രൗണിമിൽ ഒത്തിരി അതിനുള്ള പൈസ ഞാൻ എന്ത് ചെയ്തു, ഇമ്മച്ചിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ഗൈസ്. അതാണ്, അതുകൊണ്ടാണ്. ഇവിടെ നിന്നായിരുന്നു ഗൈസ് ഞാനും ഈ കമ്മലും ആദ്യമായിട്ട് കണ്ടുമുട്ടിയത്. ഇത് ഞാൻ നാട്ടിലുള്ള സമയം എടുത്ത വീഡിയോ ആണ് കേട്ടോ ഗൈസ്. നാട്ടിൽ ഒരു 3-4 ദിവസമായിട്ട്. അപ്പം ഞങ്ങൾ പിന്നെ പെരിയിലെത്തിയപ്പോൾ എല്ലാവരും നീച്ച് മണ്ടിയാണ്. വാതിലടുക്കണം എന്നുള്ള ഒരു വിചാരമില്ല. മണ്ടലോണ്ട് മണ്ടലാണ്. ഇതിനി എനിക്കുള്ള പൈസയാണ്. വാതിലൂട്ടിയാണ് എൻ്റെ മയിലൂട്ട പോയി. എനിക്ക് എന്താ പറയുക, വണ്ടിക്ക് ഞാനാണ് ശ്രദ്ധിക്കുന്നതുകൊണ്ട് പൂട്ടാണ്. ചെയ്യണുള്ളൂ. നല്ല മോട്ടിവേഷൻ അല്ലേ, പുള്ളിയല്ലേ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ശരി, പിന്നെ കാണാം.